ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷാരി ദുരന്തരൻ. നമ്മൾ +2 ക്രിസ്മസ് എക്സാമിലെ 817 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 18th ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 18ൽ 1, 2 എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഇതിൻ്റെ നമുക്ക് സൊല്യൂഷൻ കാണണം. അപ്പോൾ സൊല്യൂഷൻ കാണണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിനെ എന്താണ് dy/dx ആക്കി സെപ്പറേറ്റ് ആക്കി നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 1+x² dy. അപ്പോൾ ഡി എക്സ് എങ്ങനെയുണ്ട്, രണ്ട് ടേം ഉണ്ട് അല്ലേ, ഇവിടെ ഉണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ടേമിനെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകാൻ -2xy dx +cot x dx എന്നായി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാലോ, dy/dx = -2xy +cot x whole divided by 1+x². ഓക്കെ, അപ്പോൾ dy/dx നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനി ഇതിനെ നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ ഇങ്ങനെ എഴുതാലോ, -2x/1 +x² cot x divided by 1+x² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ dy/dx +2xy 1+x² is equal to cot x by 1+x². ഇങ്ങനെ കിട്ടുമല്ലോ. എന്ന് വെച്ചാൽ റീഅറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഈ ടേമിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ എഴുതി. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ നമുക്ക് മനസ്സിലായി. ഇതിന്നൊന്ന് നമ്മൾ നോക്കി നോക്കും, നമ്മുടെ ഏത് ഫോമാണ് PQ നമ്മൾ കണ്ടുപിടിച്ചിരുന്നില്ലേ, ആ ഒരു ഇൻറ്റിഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി P എന്ന് പറയുന്നത് നമ്മുടെ 2x/1 +x² ആണ്. Q എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ cot x divided by 1+x² അല്ല, നമുക്ക് പിയും കിട്ടി ക്യൂവും കിട്ടി. ഇനി നമുക്ക് ഇവിടുന്ന് എന്താണ് ഇൻറ്റിഗ്രേറ്റിംഗ് ഫാക്ടർ കാണണം. IF എന്ന് പറഞ്ഞാൽ ഇൻറ്റിഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻറ്റിഗ്രേറ്റിംഗ് ഫാക്ടർ കാണണമെങ്കിൽ e⁻⁴ ഓഫ് P വിത്ത് റെസ്പെക്ട് ടു dx. അപ്പോൾ ഇവിടെ കൊടുത്താൽ e⁻⁴ 2x/1 +x². ഇതല്ലേ നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 1+x² ഡെറിവേറ്റീവ് എവിടെ ഉണ്ട്, മുകളിലുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ, e⁻log of 1+x² എന്ന് എഴുതാം. നമുക്കറിയാം e⁻log 1+x² എന്ന് പറഞ്ഞാൽ വെറും 1+x² ആണ്. ഓക്കെ, e⁻log ആകുമ്പോൾ അപ്പോൾ ഇൻറ്റിഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് അവിടെ കിട്ടി 1+x². ഇതാണ് നമ്മുടെ ഇൻറ്റിഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി ഇൻറ്റിഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ഈ സൊല്യൂഷനിൽ കൊടുക്കണം. അപ്പോൾ സൊല്യൂഷനിൽ കൊടുക്കണമെങ്കിൽ നമുക്കറിയാം അല്ലേ, എങ്ങനെ നമ്മൾ കൊടുക്കാറ് സൊല്യൂഷനിൽ, y ഇൻറ്റു ഇൻറ്റിഗ്രേറ്റിംഗ് ഫാക്ടർ. y ഇൻറ്റു ഇൻറ്റിഗ്രേറ്റിംഗ് ഫാക്ടർ എത്രയാണ്, 1+x² ഈക്വൽ ടു ഇൻറ്റിഗ്രൽ ഓഫ് എന്താണ്, q ഇൻറ്റു ഇൻറ്റിഗ്രേറ്റിംഗ് ഫാക്ടർ. q എന്ന് പറഞ്ഞാൽ നമ്മളുടെ cot x divided by 1+x² ആണ്. ഇൻറ്റിഗ്രേറ്റിംഗ് ഫാക്ടർ 1+x² പ്ലസ് c ആണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോവും. സോ ലാസ്റ്റ് ആൻസർ എന്ത് വരും, y 1+x² ഈക്വൽ ടു ഇൻറ്റിഗ്രേഷൻ ഓഫ് cot x എന്ന് പറഞ്ഞാൽ log ഓഫ് sin x പ്ലസ് c. ഇതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ വരിക. ഇനി അതിൽ വേറൊരു ചോദ്യമുണ്ട്, സെക്കൻഡ് ചോദ്യം. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, 3 മാർക്കിൻ്റെ ആണ്. പെട്ടെന്ന് ഇതിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കി നോക്കൂ, dy/dx ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ dy/dx ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, നന്നായിട്ട് ഒബ്സർവ് ചെയ്താൽ നമുക്കറിയാം ഇതിന് നമുക്ക് x ആയിട്ട് കോമൺ കിട്ടുന്നുണ്ട് അല്ലേ. x ഈസ് കോമൺ. സോ y+1 പ്ലസ് ഇവിടെ y+1 അല്ലേ, ഇങ്ങനെ വരുന്നുണ്ട്. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ, y+1 ഇൻറ്റു x+1 അല്ലേ. ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ സെപ്പറേബിൾ വേരിയബിൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാലോ, y ഒന്നിച്ചിട്ട് എടുക്കാം. അതേപോലെ തന്നെ x എന്ത് ചെയ്തു, ഒന്നിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടി y+1 ഈക്വൽ ടു x+1 dx. ഇൻറ്റിഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻറ്റിഗ്രേഷൻ സൈൻ ഇട്ട് കൊടുക്കുക, ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക. ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്കറിയാം log y+1 എന്ന് കിട്ടും. ഇവിടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ എന്താ, എക്സിൻ്റെ ഇൻറ്റിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ x²/2 പ്ലസ് 1ൻ്റെ ഇൻറ്റിഗ്രേഷൻ എന്താണ്, x പ്ലസ് c. ഇതാണ് ആൻസർ വരിക. ഒന്നും കൂടി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ
നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. അടുത്ത ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.